بسم الله الرحمن الرحيم. സഹോദരൻ ഷഫീഖ് തൃശ്ശൂർ റിയാദ് ചോദ്യം ഇതാണ്: വ്യഭിചാരികളെ എരിഞ്ഞു കൊല്ലണമെന്ന് കൽപ്പിക്കുന്ന ഖുർആൻ വചനം തൻ്റെ കയ്യിലുണ്ടായിരുന്നുവെന്നും അത് ആട് തിന്ന് നശിച്ചു പോവുകയാണുണ്ടായതെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി പരാമർശിക്കുന്ന ഹദീസുണ്ടല്ലോ. മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഖുർആനിൽ നിന്ന് പലതും ആടും ഒട്ടകവും തിന്ന് നശിച്ചു പോയിട്ടുണ്ടെന്നല്ലേ ഈ ഹദീസ് വ്യക്തമാക്കുന്നത്? അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നല്ലേ ഇത് മനസ്സിലാക്കി തരുന്നത്? പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ എടുത്തു മാറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ഖുർആനിൻ്റെ അവകാശവാദമാണ്. അതിന് സാധ്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ പടച്ചവൻ വളരെ കൃത്യമായി പറയാണ്: ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്ന ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു അവതരിപ്പിച്ച ഈ ഉത്ബോധനം, ഖുർആനാകുന്ന ഉത്ബോധനം, അത് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ചില വചനങ്ങൾ, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ചില വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ആ വചനങ്ങൾ ഖുർആനിൽ എഴുതി ചേർക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അത് അള്ളാഹുവിൻ്റെ ബോധനപ്രകാരം അതിൽപ്പെട്ട ഒരു വചനമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വചനം. അഥവാ വ്യഭിചാരികളെ അത് വിവാഹിതരാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം ഉള്ള വചനം. ആ വചനത്തെക്കുറിച്ചും നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആട് തിന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദ്യം. ഈ ഹദീസ്, ഇങ്ങനൊരു ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട് ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ, അതേപോലെ തന്നെ ഇബ്നു മാജയുടെ ഹദീസ് ഗ്രന്ഥത്തിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഈ ഹദീസ് പല കാരണങ്ങളാൽ പണ്ഡിതന്മാർ ദുർബലമാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. ഒന്നാമതായി, ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയുക, ഈ ഹദീസിൽ പറയുന്ന ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്ന ആയത്തുമായി ബന്ധപ്പെട്ട കാര്യം. ആയത്തുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും വേറെ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അഥവാ ഇങ്ങനെ ഈ ആയത്തുണ്ടായിരുന്നു എന്നും ഇങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നു എന്നും ആ വചനം പിൽക്കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത് എന്നുമെല്ലാമുള്ള വചനം ആയിഷയിൽ നിന്ന് തന്നെ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് സ്വഹീഹായ നിവേദനങ്ങളുണ്ട്. അവിടെയൊന്നും തന്നെ ഈ ആട് കടിച്ചു കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വഹീഹായ നിരവധി നിവേദനങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്ന വചനമാണിത് എന്നതുകൊണ്ട് ഇത് ദുർബലമാണ്, ഒന്നാമതായി. രണ്ടാമതായി, ഈ ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് മറ്റു സ്വഹാബിമാർ നിവേദനം ചെയ്തതിനോട് എന്തെങ്കിലും കൂട്ടി പറഞ്ഞാൽ ആ ഹദീസ് സ്വീകാര്യമല്ല എന്നുള്ളത് ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അവിതർക്കിതമായ വിഷയമാണ്. ഇമാം അഹ്മദ് തന്നെ ഇക്കാര്യം തൻ്റെ ഹദീസ് നിരൂപണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവിന് കൊള്ളാത്ത വിധം ദുർബലമാണ് ഇസ്ലാമിക ഹദീസ് സാങ്കേതിക ശാസ്ത്രപ്രകാരം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹദീസിൻ്റെ സാങ്കേതിക ശാസ്ത്രം എത്ര കൃത്യമാണ് എന്ന്. അഥവാ ബാക്കി വേദഗ്രന്ഥങ്ങളെപ്പോലെയൊന്നുമല്ല, ബാക്കി ഉത്ബോധനങ്ങളെപ്പോലെയല്ല. യേശുവിൻ്റേതാണ് എന്ന് പറഞ്ഞ് മത്തായും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതി എന്ന് നമ്മളിന്ന് വിശ്വസിക്കാന്നല്ലാതെ അത് അവരെഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് പരിശോധിക്കാൻ മാർഗമില്ല. ഹദീസുകൾ അങ്ങനെയല്ല. ഖുർആൻ ഏതായിരുന്നാലും ഒരുപാട് പരമ്പരയിലൂടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുപാട് പരമ്പരകളിലൂടെ വന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഹദീസുകളാകട്ടെ വളരെ കൃത്യമായി ആരിൽ നിന്ന് ആരിലേക്ക് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ആ രേഖ പരിശോധിച്ചാൽ ഈ ഹദീസ് സ്വീകാര്യമാണോ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഈ വചനം ഇമാം അഹ്മദും ഇബ്നു മാജയും നിവേദനം ചെയ്തിട്ടുള്ള ഈ വചനം, ഇത് സ്വഹീഹല്ല, സ്വീകാര്യമല്ല, കൽപ്പിതമാണ് എന്ന് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് കൂട്ടി ചേർത്തതായിരിക്കാം.
അതല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൻ്റെ ശ്രദ്ധ കുറവിൽ നിന്ന് വന്നതായിരിക്കാം എന്നെല്ലാം തന്നെ ഹദീസ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നിരൂപണം ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് അതുകൊണ്ട് തന്നെ ദുർബലമാണ്. മൂന്നാമത്തെ കാര്യം, ഈ ഹദീസിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വചനമുണ്ടല്ലോ, ആ വചനം വേറെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഈ ഹദീസിൽ പിന്നെ ആട് കടിച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി പറയുന്ന വചനം, യഥാർത്ഥത്തിൽ ആ വചനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ മിഷനറിമാരും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഭൗതികവാദികളെല്ലാം ഒച്ചപ്പാടുണ്ടാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആ വചനം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ ദനയാ ഫർജുമുഹുമൽ ബത്തത നക്കാലം മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹമീം. ഇതാണ് വചനം. ഈ വചനം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ഇമാം അബ്ദുറസാഖിൻ്റെ മുസന്നഫ് അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വചനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടില്ല. ഈ വചനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഇത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അർത്ഥമാക്കുന്നുള്ളൂ. അഞ്ചാമതായി, ഈ ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിക്കുക, എന്നാൽ തന്നെ ഖുർആനിൻ്റെ അജയ്യതയെ അതൊരിക്കലും ബാധിക്കണില്ല. ഈ ഹദീസ് സ്വഹീഹല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വചനം എഴുതിയ കടലാസ് ഉണ്ടായിരുന്നു, ആ രേഖ ഞാൻ എൻ്റെ മുറിയിൽ വെച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ ആ രേഖ നഷ്ടപ്പെട്ടു പോയി, ആ രേഖ ആട് തിന്നുപോയി. അതിനർത്ഥം ഖുർആൻ്റെ രേഖകളെല്ലാം ആട് തിന്നു എന്നല്ല. ഖുർആൻ്റെ രേഖകൾ എല്ലാം കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പേഴ്സണലായി ശേഖരിച്ചിരുന്ന, എഴുതി വച്ചിരുന്ന ഇതേപോലെയുള്ളൊരു വചനം, അത് നസ്ഖ് ചെയ്യപ്പെട്ട വചനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരിക്കണം. അങ്ങനെ എഴുതി വെച്ചൊരു വചനം അവരുടെ അശ്രദ്ധ കൊണ്ട് ചില പ്രത്യേക തിരക്കുകളിലായ സന്ദർഭത്തിൽ വന്നിട്ട് ആട് തിന്നുപോയി. അതെന്താ അത്ര വലിയ പ്രശ്നം? ആ ആട് തിന്നു എന്ന് പറഞ്ഞ വചനം വേറെ ഗ്രന്ഥങ്ങളിലുണ്ട് താനും. ആ വചനമാകട്ടെ ഖുർആനിൻ്റെ ഭാഗമല്ല താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ സത്യതയെയോ ഖുർആൻ്റെ അഖണ്ഡതയെയോ ഈ ഹദീസുകൾ ഒരിക്കലും ബാധിക്കുന്നില്ല. ഈ ഹദീസ് സ്വഹീഹല്ല. ഒന്ന്, സ്വഹീഹാണെങ്കിൽ പോലും, കൃത്യമായിട്ട് മനസ്സിലാക്കുക, സ്വഹീഹാണെങ്കിൽ പോലും ഈ ഹദീസ് ഖുർആൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വചനം നഷ്ടപ്പെട്ടു എന്ന് ഹദീസ് വ്യക്തമാക്കുന്നില്ല. ഒരു ദുർബലപ്പെടുത്തപ്പെട്ട വചനം മറ്റൊരുപാട് ഹദീസുകളിൽ നിന്ന്, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് സഹീഹ് മുസ്ലിമിലും സഹീഹുൽ ബുഖാരിയിലും എല്ലാം തന്നെയുണ്ട്. അങ്ങനെ ദുർബലപ്പെടുത്തപ്പെട്ടൊരു വചനം ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ അടുത്ത് സൂക്ഷിച്ചിരുന്നു, തൻ്റേതായൊരു രേഖയിൽ. ആ രേഖ നഷ്ടപ്പെട്ടു പോയി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ ശ്രദ്ധ കുറവ് കൊണ്ട് ആ രേഖ ഏതോ ആട് തിന്നുപോയി. ഇതിലെന്താ ഇത്ര വലിയ പ്രശ്നം? ആട് തിന്നുപോയി എന്നുള്ളത് അന്നത്തെ അവസ്ഥയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ആ സ്വാഭാവികത സംഭവിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധ കുറവിനാൽ. ഈ ഹദീസ് ആകെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധ കുറവ് വ്യക്തമാക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഹദീസിൽ പറയുന്ന വചനങ്ങൾ വേറെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമാം അബ്ദുറസാഖിൻ്റെ മുസന്നഫിനെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ വചനങ്ങൾ അതേപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വചനങ്ങളെക്കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് ദുർബലപ്പെടുത്തപ്പെട്ട വചനങ്ങളാണ്, അത് ലഫ്ള് വേണ്ടതില്ലാത്ത വചനങ്ങളാണ്, ലഫ്ള് ഖുർആനിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി തന്നെ കൽപ്പിച്ച വചനമാണ്. റസൂലുള്ളാഹി കൽപ്പിച്ചത് പടച്ചവൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ അജയ്യതയാണ്, ഖുർആൻ്റെ അഖണ്ഡതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിരിക്കുന്നു. അതിൽ പ്രവാചകൻ പഠിപ്പിച്ച ചില വചനങ്ങളെ മാറ്റേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ച് അത് പൂർണ്ണമാക്കിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഈ വിമർശനം പോലും വ്യക്തമാക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ വലിയ എന്തോ ഒരു കാര്യം കിട്ടിയെന്ന് ബർട്ടൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് മിഷനറിമാർ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ഇതിൽ യാതൊരു അടിത്തറയുമില്ല എന്ന് മനസ്സിലാക്കുക.